നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. BMS ഇരിങ്ങാലക്കുട മേഖലാ കമ്മിറ്റി ഓഫീസ് BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് റോഷിദ് എടച്ചാലി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ BMS ജില്ലാ പ്രസിഡന്റ് വിനോദ്, സംസ്ഥാന സമിതി അംഗം MB ഉണ്ണികൃഷ്ണൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് KB ജയശങ്കർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഹരീഷ്, BJP മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രിയ അനിൽ, ഈശ്വരി ജയൻ എന്നിവർ ആശംസകൾ നേർന്നു. മേഖലാ സെക്രട്ടറി കൃഷ്ണകുമാർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി AJ രതീഷ് നന്ദിയും പറഞ്ഞു. മേഖലയിൽ BMSന്റെ പ്രവർത്തന കാലഘട്ടം ഏകദേശം 3.5 പതിറ്റാണ്ടിലധികമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ നിന്ന് സംഘടനാ പ്രവർത്തനം ഊടുപാവങ്ങളിലേക്ക് പടുത്തുയർത്തി വളരെ ശക്തമായ ഒരു സാന്നിധ്യമായി തൊഴിലാളി മേഖലയിൽ മാറ്റുവാൻ വേണ്ടി കാലപ്പോയി കടന്ന സാന്നിധ്യമായി മാറ്റുവാൻ വേണ്ടി ശ്രമിച്ച ശ്രീ റോഷിദ് പറഞ്ഞതുപോലെ മുൻ മേഖലാ സെക്രട്ടറിമാർ, ഈ വേദിയിൽ ഇല്ലാത്ത മേഖലയുടെ കാര്യകർത്താക്കൾ, സംഘടനയുടെ പ്രവർത്തനത്തിൽ ആകർഷകരായിക്കൊണ്ട് മൺമറഞ്ഞു പോയവരൊക്കെ തന്നെ BMSന്റെ സംഘടനാ പ്രവർത്തനത്തിൽ വളരെയധികം അസാന്ത പരിശ്രമം നടക്കുകയാണ്. നമ്മുടെ ഘോഷ് ഞാനിവിടെ വന്ന സമയത്ത് പറഞ്ഞു, നേരെ കാണുന്നത് വീട് BMSന്റെ മുൻ മേഖലാ പ്രസിഡന്റായ സുബ്രഹ്മണ്യന്റെ വീടാണെന്ന്. ദീർഘകാലം BMSന്റെ മേഖലാ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. തുടക്കകാലം മുതൽ ദീർഘകാലം BMSന്റെ മേഖലാ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. വളരെ ശാന്തനായ ഒരു സമീപനമാണെങ്കിലും BMSന്റെ സംഘടനാ പ്രവർത്തനത്തിന് കൂടുതൽ ആവേശം നൽകിയ, അല്ലെങ്കിൽ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് മുൻപന്തിയിലുണ്ടായ ഒരു പ്രവർത്തകനാണ്. അങ്ങനെ വർഷനിൽ നമുക്കറിയാം അദ്ദേഹം ജയിലിലാണ്. അദ്ദേഹം BMSന്റെ സംഘടനാ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വളരെ ത്യാഗപൂർവമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സംസ്ഥാന മാസ്റ്റർ ഷട്ടിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് ഇരിങ്ങാലക്കുടയിൽ തുടക്കമായി. യോനക്സ് സൺറൈസ് ജെയിൻ സെബി മെമ്മോറിയൽ കേരള സ്റ്റേറ്റ് മാസ്റ്റർ ഷട്ടിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് അക്വാട്ടിക് ഷട്ടിൽ അക്കാദമിയിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് C സുമേഷ് ഉദ്ഘാടനം ചെയ്തു. TDBSA പ്രസിഡന്റ് ബാബു മേച്ചേരിപ്പടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KBSA സെക്രട്ടറി മുഹമ്മദ് താരിഖ്, ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് വിദ്യാനികേതൻ പ്രിൻസിപ്പൽ ഫാദർ ജോയ് ആലപ്പാട്ട് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് അഖിൽ അനിരുദ്ധൻ, KBSA വൈസ് പ്രസിഡന്റ് ജോ സേവ്യർ, ടൂർണമെന്റ് റഫറി അനീഷ് തോമസ്, MN ഷാജി, ജോയ് PO, ജോയ് K ആന്റണി എന്നിവർ ആശംസകൾ നേർന്നു. ജനറൽ കൺവീനർ പീറ്റർ സ്വാഗതവും ടോമി മാത്യു നന്ദിയും പറഞ്ഞു. സാധാരണ ഒരു അസോസിയേഷനും മാസ്റ്റേഴ്സ് സംഘടിപ്പിക്കുന്നത് അതൊരു മികച്ച ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുപാട് അസോസിയേഷനുകൾ എനിക്കറിയാം, അവരെയൊക്കെയായിട്ട് ബന്ധപ്പെടുന്ന ആളുകളാണ് നമ്മൾ. ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡന്റാണ് ഞാൻ, KFAയുടെ എക്സിക്യൂട്ടീവ് ഓഫർ. പക്ഷെ ഞങ്ങൾ താഴെ ജൂനിയർ തൊട്ടിട്ട് സീനിയർ വരെയുള്ള നിരവധി ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുമെങ്കിലും മാസ്റ്റേഴ്സ് ടൂർണമെന്റ് സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. ഇതൊരു മാതൃകയായിട്ട് സ്വീകരിക്കാവുന്നതാണ്. നമ്മുടെ മാസ്റ്റേഴ്സ് ടൂർണമെന്റുകൾ വിവിധ തരത്തിൽ സമൂഹത്തിൽ നടക്കുന്നുണ്ട്, പലരും സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അസോസിയേഷൻ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നത് എന്തായാലും ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുന്നു. അത് മുടക്കമില്ലാതെ നടന്നു വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പ്രാവശ്യം അത് ആതിഥേയത്വം വഹിക്കാനുള്ള ഒരു ഭാഗ്യം പീറ്റർ ഏറ്റന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഇരിങ്ങാലക്കുടയ്ക്ക് സാധ്യമായി എന്നുള്ളതും അഭിമാനകരമാണ്. നൂറുകണക്കിന് ആളുകൾ വിവിധ പ്രായത്തിൽ ഉൾപ്പെട്ടവർ, ഇവിടെ പറഞ്ഞു 70+ ആളുകൾ കളിക്കാൻ പറ്റുമെന്ന് എന്ന് പറയുന്നത് അതെ അതൊരു വലിയ മാറ്റം തന്നെയാണ്. അപ്പം അത് പ്രോത്സാഹനത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്നതാണ്. പലപ്പോഴും അത്ലറ്റിക്സിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നത് 70+ ഒക്കെ മത്സരിക്കാൻ പറ്റും.
ഇരിങ്ങാലക്കുട ഒളിമ്പ്യൻ സ്പോർട്ടിംഗ് FC-യുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ മെമ്മോറിയൽ സംസ്ഥാനതല ഇൻവിറ്റേഷൻ ഇന്റർ ക്ലബ് ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി 18 മുതൽ 25 വരെ ഇരിങ്ങാലക്കുട അയ്യങ്കാവ് മൈതാനിയിലെ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുമെന്ന് പ്രസിഡന്റ് പ്രഹ്ലാദൻ MK, സെക്രട്ടറി ജോസഫ് AV എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 18-ന് വൈകിട്ട് 6-ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. കേരള ബ്ലാസ്റ്റേഴ്സ് FC, ഗോകുലം കേരള FC, കേരള പോലീസ്, കേരള യുണൈറ്റഡ് FC, റിയൽ മലബാർ FC തുടങ്ങിയ ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. ഇരിഞ്ഞാലക്കുടയിലെ ഒളിമ്പ്യൻ സ്പോർട്ടിംഗ് FC ഞങ്ങൾ സംഘടിപ്പിക്കുന്ന പ്രഥമ ഒളിമ്പ്യൻ O. ചന്ദ്രശേഖരൻ മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റ് ഈ മാസം 18-ാം തീയതി മുതൽ 25-ാം തീയതി വരെ ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നതാണ്. കേരളത്തിലെ കേരള പ്രീമിയർ ലീഗിലെ പ്രമുഖ ടീമുകളായ കേരള ബ്ലാസ്റ്റേഴ്സ്, ഗോകുലം FC, കേരള പോലീസ്, റിയൽ മലബാർ, കേരള യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബ്, ന്യൂ ഫുട്ബോൾ ക്ലബ് കേരള, ലോർഡ്സ് FA കൊച്ചി എന്നീ പ്രമുഖ 8 ടീമുകളാണ് ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത്. ഇത് നോക്കൗട്ട് ബേസിസിലാണ്. 4 ക്വാർട്ടർ ഫൈനലുകളും 2 സെമിയും 1 ഫൈനലും ഉണ്ടായിരിക്കും. ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ ബഹുമാനിയായ നമ്മുടെ ഇരിഞ്ഞാലക്കുട MLA-യും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു ഇനാഗ്രേഷൻ നടത്തുന്നതായിരിക്കും. ആ സന്ദർഭത്തിൽ നമുക്ക് ഗസ്റ്റായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഒളിമ്പ്യൻ ഫുട്ബോൾ ക്ലബിൻ്റെ ഫൗണ്ടറും ഞങ്ങളുടെ പേട്രണും നമ്മുടെ ഇരിഞ്ഞാലക്കുടയിലെ മുനിസിപ്പൽ കൗൺസിലിൻ്റെ ചെയർമാനുമായ ശ്രീ MP ജാക്സണും ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ഇൻ്റർനാഷണൽ ഫുട്ബോൾ താരം ജിജു ജേക്കബ് ഒരു ഉദ്ഘാടകനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകുന്നതാണ്. വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എടതിരിഞ്ഞി ചിങ്ങാരത്ത് പരേതനായ കറപ്പന്റെ മകൻ ബാബു ചിങ്ങാരത്ത് അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു അന്ത്യം. കേരള ബാങ്ക് വെള്ളാങ്ങല്ലൂർ ബ്രാഞ്ച് മാനേജർ ഷെർമിള ഭാര്യയും നന്ദകിഷോർ ഏക മകനുമാണ്. CPI ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റി അംഗം, AIDRM ദേശീയ കൗൺസിൽ അംഗം, സംസ്ഥാന ട്രഷറർ, ജില്ലാ സെക്രട്ടറി, AITUC സംസ്ഥാന കൗൺസിൽ അംഗം തുടങ്ങി വിവിധ ട്രേഡ് യൂണിയൻ ഭാരവാഹികത്വം വഹിച്ചിരുന്നു. എടതിരിഞ്ഞി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗമായ ബാബു ചിങ്ങാരത്ത് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും സീനിയർ ക്ലർക്കായാണ് വിരമിച്ചത്. ദളിത് ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട കമ്മ്യൂണിസ്റ്റായിരുന്നു അന്തരിച്ച ബാബു ചിങ്ങാരത്തെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. താൻ ബന്ധപ്പെട്ട മേഖലകളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുകയും ജനകീയ ഇടപെടലുകളിലൂടെ പൊതുസമൂഹത്തിന്റെ സ്നേഹാദരങ്ങൾ നേടുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു ബാബു ചിങ്ങാരത്തിൻ്റെതെന്ന് ബിനോയ് വിശ്വം അനുസ്മരിച്ചു. CPI നേതാവും ട്രേഡ് യൂണിയൻ പ്രവർത്തകനുമായിരുന്ന ബാബു ചിങ്ങാരത്തിന്റെ അകാല വിയോഗം പ്രസ്ഥാനത്തിന് തീരാ നഷ്ടമാണെന്ന് CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇരിങ്ങാലക്കുട പാട്ടമാളി റോഡിൽ KMRS ബിൽഡിംഗിൽ ശങ്കരനാരായണന്റെ മകൻ രാമസുബ്രഹ്മണ്യൻ അന്തരിച്ചു. 45 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11-ന് ചന്തക്കുന്നിലുള്ള വേളൂക്കര സമൂഹം രുദ്രഭൂമിയിൽ നടക്കും. അവിവാഹിതനാണ്. മീര ഏക സഹോദരിയാണ്. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.